നമസ്കാരം. രാഷ്ട്രീയം ഒരു ഭാഗ്യ പരീക്ഷണശാലയാണ്. അതിൽ ചിലർ അപ്രതീക്ഷിതമായി വിജയം കൈവരിക്കും, ചിലർക്ക് അധ്വാനത്തിൻ്റെ ഫലം കിട്ടും, ചിലർ ഒരിടത്തും എത്താതെ മുങ്ങിത്താണു പോകും. അപൂർവ പ്രതിഭകൾക്ക് മാത്രമേ മുഖ്യമന്ത്രി എന്ന അത്യപൂർവമായ കസേരയിൽ എത്താൻ കഴിയൂ. കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വളരെ കുറച്ച് മുഖ്യമന്ത്രിമാർ മാത്രമേ ഉള്ളൂ എന്നോർക്കണം. മുഖ്യമന്ത്രിയാവാൻ കഴിവുണ്ടായിട്ടും മന്ത്രി പോലും ആവാതെ പോയ PT തോമസിനെ പോലുള്ളവരെ വിസ്മരിക്കരുത്. എല്ലാവിധ പിന്തുണകളും ഉണ്ടായിട്ടും അവസരം ലഭിച്ചിട്ടും UDF കൊടുങ്കാറ്റിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ പോയ ജോസഫ് വാഴക്കനെ പോലുള്ളവരെ വിസ്മരിക്കരുത്. അവിടെയാണ് ചില ഭാഗ്യശാലികൾക്ക് എല്ലാം അപ്രതീക്ഷിതമായി ഒത്തുവരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് റോജി M. ജോണിനെ കുറിച്ചാണ്. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ തിരുമേനിയിൽ ജനിച്ചു വളർന്ന് അവിടെ പഠിച്ച റോജി പിന്നീട് കുടുംബം എറണാകുളം ജില്ലയിലേക്ക് താമസം മാറ്റിയപ്പോൾ തേവര കോളേജിൽ ഡിഗ്രി പഠനത്തിനെത്തുന്നു. വലിയ പ്രസംഗകനൊന്നുമല്ല, ആളുകളെ വീഴ്ത്താനുള്ള വാക്ചാതുര്യമില്ല. പക്ഷെ സൗമ്യതയും പുഞ്ചിരിയും കൃത്യതയും റോജിയെ കോളേജ് ക്യാമ്പസിൽ പ്രിയങ്കരനാക്കുകയും കോളേജ് യൂണിയൻ ചെയർപേഴ്സണാക്കുകയും ചെയ്യുന്നു. 3 വർഷം തേവര കോളേജിലെ പഠനം പൂർത്തിയാക്കി നേരെ ഉന്നത പഠനത്തിന് പോയത് JNUവിലാണ്. അവിടെ NSUവിൻ്റെ ഭാഗമായി. ആദ്യ വർഷം തന്നെ 2005-ൽ NSUവിൻ്റെ പ്രതിനിധിയായി കൗൺസിലറാകുന്നു. പിറ്റേ വർഷം JNUവിലെ NSU യൂണിറ്റ് സെക്രട്ടറി. 2011 ആയപ്പോഴേക്കും NSUവിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ്. 2014 മുതൽ 19 വരെ NSUവിൻ്റെ ദേശീയ പ്രസിഡന്റ്. നോക്കൂ, ഇവിടെ KSUവിൽ സജീവമായി പ്രവർത്തിച്ചിട്ടില്ല, ഒരു ജില്ലാ ഭാരവാഹി പോലുമായിട്ടില്ല. ഡൽഹിയിൽ ഉപരിപഠനത്തിന് പോയപ്പോൾ NSUവിൻ്റെ ഭാഗമായി. ആ വഴിയിൽ NSUവിൻ്റെ പ്രസിഡന്റായി. ആ NSUവിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിൽ ഒട്ടും പരിചിതനല്ലാതിരുന്നിട്ടും NSU പ്രസിഡന്റ് എന്ന നിലയിലാണ് 2016-ൽ നിയമസഭയിലേക്ക് സീറ്റ് കിട്ടുന്നത്. അന്ന് അവിടെ ജയിക്കുന്നു. 2021-ൽ പിണറായി തരംഗം ആഞ്ഞു വീശിയപ്പോഴും റോജി M. ജോൺ മണ്ഡലം നിലനിർത്തുന്നു. 2026-ലെ കാര്യം പറയേണ്ടതില്ല. ഏത് കുറ്റിച്ചൂലും ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്. അവിടെ മഹാഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നതിലല്ല, അതിനുശേഷം മന്ത്രിയായി എന്നതിലാണ് അത്ഭുതമിരിക്കുന്നത്. അതായത് MLA ആകുന്നത് വരെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലാത്ത റോജി M. ജോൺ 3-ാം തവണ ഇവിടെ MLA ആവുകയും ആ 3-ാം തവണ മന്ത്രിയാവുകയും ചെയ്തിരിക്കുന്നു. അതും ആരും കൊതിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അവിടെയും ഭാഗ്യമുണ്ട്. UDF ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് ആർക്കും വിട്ടുകൊടുക്കില്ല. എന്നാൽ LDF വിദ്യാഭ്യാസ വകുപ്പിനെ പൊതുവിദ്യാഭ്യാസമൊന്നും ഉന്നത വിദ്യാഭ്യാസമൊന്നും രണ്ടാക്കി മാറ്റുന്നു. ആ ഒരു തീരുമാനം അവർ എടുത്തതുകൊണ്ട് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്നതും അത് റോജി M. ജോണിൽ എത്തിച്ചേരുന്നതും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിലെ IAS ഓഫീസർമാരിൽ ഏറ്റവും പ്രഗത്ഭൻ, അഴിമതി ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നിലപാടെടുത്താൽ അത് പൂർത്തിയാക്കാൻ ധീരതയുള്ള B. അശോക് എന്ന IASകാരനെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായും കിട്ടിയിരിക്കുന്നു. ഇതുകൂടി ആയതോടെ റോജി M. ജോണിൻ്റെ ഭാഗ്യം പൂർത്തിയാവുകയാണ്. ഇനി പെർഫോമൻസ് ആണ്. റോജി M. ജോൺ എന്ന നേതാവ് വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നടത്തുന്ന ആളാണ്. രാഷ്ട്രീയമായ മുൻവിധികളൊന്നും റോജിക്കില്ല. അതുകൊണ്ട് തന്നെ റോജി ആദ്യം തന്നെ പറഞ്ഞു, കേന്ദ്രത്തോടെ ഏറ്റുമുട്ടലിനില്ലെന്ന്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടലിൻ്റെ നിലപാടില്ല. BCമാരെ വെല്ലുവിളിക്കുന്നില്ല. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറും എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് നാണം കെടാനില്ല. ഏൽപ്പിച്ചിരിക്കുന്ന ഭരണം രാഷ്ട്രീയം നോക്കാതെ വൃത്തിയായി ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടൊക്കെ ആവാം കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഏറ്റവും ശ്രദ്ധ നേടിയ മന്ത്രിയായി റോജി മാറുന്നത്. റോജിയെ തൻ്റെ വകുപ്പിന് പുറത്ത് ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി റോജി വലിയ തോതിൽ കയ്യടി നേടി. പരിയത്തങ്കാവ് കോളനി ഭൂപ്രശ്നമാണ് റോജിയുടെ മേൽനോട്ടത്തിൽ പരിഹരിച്ചത്. തീർച്ചയായും VP സജീന്ദ്രൻ എന്ന സ്ഥലം MLAയുടെ വിവേകപൂർണമായ ഇടപെടൽ നടന്നെങ്കിലും മന്ത്രിതലത്തിൽ റോജി M. ജോൺ നടത്തിയ ഇടപെടലാണ് 58 വർഷമായി കീറാമുട്ടിയായി കിടന്ന സുപ്രീം കോടതി വിധി എതിരായിരുന്ന ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഏൽപ്പിക്കുന്ന പണി ഭംഗിയായി ചെയ്യാൻ റോജിക്ക് കരവിരുതുള്ളത് കൊണ്ട് തന്നെ റോജി സ്വപ്നം കാണുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തെ മാറ്റിമറിക്കുമെന്നും VD സതീശൻ എപ്പോഴും പറയുന്ന കേരളത്തെ മറ്റൊരു ലെവലിൽ എത്തിക്കുമെന്നുമുള്ള സ്വപ്നം സാധ്യമായേക്കാം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന
ഏറ്റവും വലിയ പ്രശ്നം കാലഹരണപ്പെട്ട സർവകലാശാലകളാണ്. ഇപ്പോഴും നമ്മുടെ സർവകലാശാലകൾ പതിറ്റാണ്ടുകൾ പിന്നിലാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ദീർഘകാലത്തെ പരിശ്രമമാണ്. അതുകൊണ്ട് തന്നെ കോളേജുകളിൽ ഇപ്പോൾ കുട്ടികളെ കിട്ടാനില്ല. എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടുന്നു. ആർട്സ് കോളേജുകളിൽ കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് അവർ വെള്ളം കുടിക്കുന്നു. ഇവിടെ പഠിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ലാത്തതുകൊണ്ട് കുട്ടികൾ കൂട്ടത്തോടെ നാട് വിട്ടു പോകുന്നു. ഈ വലിയ പ്രതിസന്ധിയിൽ യുവതലമുറയെ ഇവിടെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യം മാത്രമല്ല, ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ അടിമുടി പൊളിച്ചെഴുത്ത് നടത്തി കേരളത്തെ ഒരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ഹബ്ബാക്കി മാറ്റാനാണ് റോജി എം ജോണിൻ്റെ പരിശ്രമം. ഈ ദിവസങ്ങളിലെല്ലാം അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നിരവധി പ്രമുഖരുമായി റോജി നടത്തിക്കൊണ്ടിരിക്കുന്നു. 3 മേഖലകളിലാണ് റോജിയുടെ ശ്രദ്ധ ഊന്നുന്നത്. ഒന്ന്, നിലവിലുള്ള യൂണിവേഴ്സിറ്റികളെ ശക്തിപ്പെടുത്തുക, അവിടുത്തെ കോഴ്സുകൾ നവീകരിക്കുക, അവിടുത്തെ വിദ്യാർത്ഥി പ്രവേശനം ഫലപ്രദമാക്കുക, കോഴ്സുകൾക്ക് ഇൻഡസ്ട്രിയുമായി വിപണിയുമായി ബന്ധമുള്ളതാക്കി മാറ്റാനുള്ള നീക്കം നടത്തുക. 2, സ്വകാര്യ സർവകലാശാലകളെ പ്രോത്സാഹിപ്പിക്കുക. ലോകം ഒരുപാട് മാറുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് എതിരിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് റോജിക്കറിയാം. ആകപ്പാടെ റോജിക്ക് ആശ്വാസമാകുന്നത് സ്വകാര്യ സർവകലാശാല ബില്ല് ഇവിടെ കൊണ്ടുവന്നതും പാസ്സാക്കിയെടുത്തതും LDF സർക്കാരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എതിർപ്പ് സ്വകാര്യ സർവകലാശാലയുടെ പേരിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ആ ബില്ല് ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചതുകൊണ്ട് തന്നെ അതിലൊരു അനിശ്ചിതത്വമുണ്ട്. ഗവർണറുമായി സംസാരിച്ച് രാഷ്ട്രപതിക്ക് അയച്ച ബില്ല് തിരിച്ചു വിളിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഗവർണറുടെ ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമം അത് സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിൽ കൊണ്ടുവരാനാണ് റോജിയുടെ നീക്കം. സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ മാത്രമേ മത്സരം വളരൂ, അങ്ങനെ മാത്രമേ ഇവിടെ വിദ്യാഭ്യാസ നിലവാരം ഉയരൂ എന്ന് റോജി വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യാനുള്ള നീക്കമാണ്. വിദേശ സർവകലാശാലകൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരാണ് അവരെ നിയന്ത്രിക്കുന്നത്. വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലേക്കോ കേരളത്തിലേക്കോ എത്താൻ കേരളത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവരെത്തുന്നത് ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലും ഗുജറാത്തിലുമൊക്കെയാണ്. അവർ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനാക്കി മാർക്കറ്റ് ചെയ്യുക, വിദേശ സർവകലാശാലകളുമായി സംസാരിച്ച് കേരളത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ഇവിടെ എങ്ങനെയാണ് അത് ഫീസബിൾ ആകുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകളെ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ചുമതല. അതിനുവേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കാനാണ് റോജി ഇപ്പോൾ ശ്രമിക്കുന്നത്. മൂന്നാമത്തേത്, കേരളത്തെ ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ്. വലിയ സാധ്യതകൾ ഉള്ള ഒന്നാണത്. ബ്രിട്ടൻ്റെയും ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാട് സർവകലാശാലകളാണ്. അവരുടെ GDPയുടെ നിർണായകമായ റോളാണ് സർവകലാശാലകൾ വഹിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾ അങ്ങോട്ട് പഠിക്കാനെത്തുന്നു. അവർക്ക് ഉയർന്ന നിരക്കാണ്. ഉയർന്ന ഫീസ് വഴി അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ ആ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. 6 കോടി ജനങ്ങളുള്ള തമിഴ്നാടിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത UK-യിൽ 140 സർവകലാശാലകളുണ്ടെന്ന് ഓർക്കണം. അത്തരമൊരു സാധ്യത കേരളത്തിന് എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് റോജിയുടെ അന്വേഷണം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ എത്തിക്കുക, പ്രത്യേകിച്ച് സാർക്ക് രാജ്യങ്ങളിൽ നിന്ന്, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന്, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് റോജിയുടെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടി കേരളത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, വലിയ തോതിൽ ഇത്തരം രാജ്യങ്ങളിൽ കേരളത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുക, അങ്ങനെ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് എത്തിക്കാം. വിദ്യാഭ്യാസം ഉന്നത നിലവാരമുള്ളതും അഫോർഡബിളും ആയാൽ മാത്രം മതി. കൊച്ചിയിലെ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ മാതൃകയാണ് ഇതിനുവേണ്ടി പഠിക്കാൻ റോജിയെ പ്രേരിപ്പിക്കുന്നത്. കർണാടകയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ ആദ്യത്തെ ഓഫ് ക്യാമ്പസ് തുറക്കുകയും അവരുടെ 3ാമത്തെ ബാച്ചിലേക്ക് എത്തുകയും ചെയ്തതുള്ളൂ ഇതുവരെ. ഈ 3 ബാച്ചിലും ഏതാണ്ട് 2500 വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നു. ഈ വർഷം 1500-2000 വിദ്യാർത്ഥികളെയാണ് പ്രതീക്ഷിക്കുന്നത്. 10 ഏക്കറോളമുള്ള നവീന വിദ്യാഭ്യാസം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്നു. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കാൻ എത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇരട്ടി ഫീസാണെന്ന് ഓർക്കണം. പ്രധാനമായും ജെയിൻ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് കൊച്ചിയിലും കൊച്ചിക്ക് പുറത്തും കേരളത്തിന് പുറത്തുമൊക്കെയുള്ള വ്യവസായ ബിസിനസ് സംരംഭങ്ങളുമായി സഹകരിച്ചുകൊണ്ട് തൊഴിൽ പരിശീലനം കൂടി കൊടുക്കുന്ന തരത്തിൽ കോഴ്സുകൾ സെറ്റ് ചെയ്യുന്നു എന്നതാണ്. ഏറ്റവും പുതുതായി തുടങ്ങിയിരിക്കുന്ന ഒരു BCA കോഴ്സ് 2 വർഷം തൊഴിൽ പഠനവും 1 വർഷം പഠനവുമാണ്.
ഈ തൊഴിൽ പഠനത്തിലെ ക്രെഡിറ്റ് കൂടി പഠനത്തിന് കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. മറൈൻ സയൻസ് പോലുള്ള കോഴ്സുകളിലേക്ക് വലിയ ഡിമാൻഡാണ്. നിർമ്മിതി ബുദ്ധി അഥവാ AI അവ നടപ്പിലാക്കാനും AI പോലുള്ള നവീന കോഴ്സുകൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു. ഈ കോഴ്സുകളെല്ലാം തൊഴിലുമായി ബന്ധിപ്പിച്ച് ചെയ്യുന്നത് കൊണ്ടും സോഷ്യൽ ഇന്നോവേഷൻ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും കുട്ടികൾ തേടി വരുന്നു. ചൈനയടക്കം നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായിരുന്ന വേണു രാജാമണിയാണ് ഫ്യൂച്ചർ കേരള മിഷൻ എന്ന ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിന്റെ ഒരു പദ്ധതിയുടെ മേൽനോട്ടക്കാരൻ. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് നിരവധി പദ്ധതികളാണ് യൂണിവേഴ്സിറ്റി വിഭാവന ചെയ്യുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ സമ്മിറ്റിൽ വന്ന പല നിർദ്ദേശങ്ങളും ഈ സർക്കാർ ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട്. AIക്ക് വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് വേണമെന്നും IT ഡിപ്പാർട്ട്മെന്റിനെ ഫ്യൂച്ചർ ടെക്നോളജീസ് ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റണമെന്നുമൊക്കെ ജെയിൻ സമ്മിറ്റിൽ ഉയർന്നു വന്ന ആശയങ്ങളാണ്. ആശയങ്ങളൊക്കെ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ അഴിച്ചുപണി നടത്തി സ്വകാര്യ സർവകലാശാലകളെയും ഡീംഡ് സർവകലാശാലകളെയും ഒക്കെ സംയോജിപ്പിച്ച് കേരളത്തിനൊരു ആധുനിക വിദ്യാഭ്യാസ വിപ്ലവത്തിനൊരുങ്ങുകയാണ് റോജി എം ജോൺ എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെയും സ്വപ്നമായിരുന്നതുകൊണ്ട് അവർക്ക് പഴയതുപോലെ ബഹളം വയ്ക്കാനും സാധ്യമല്ല. അതെ, കേരളത്തെ മറ്റൊരു ലെവലിലെത്തിക്കാനുള്ള VD സതീശൻ്റെ സ്വപ്നം ആദ്യം ഏറ്റെടുത്ത് ഭംഗിയായി മുമ്പോട്ട് നയിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ തന്നെയാവും. ഈ സ്വപ്നങ്ങളെല്ലാം സഫലമായെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഫ്യൂച്ചർ ലീഡറായി റോജി എം ജോൺ മാറുകയും ചെയ്യാം.